തറവാടികളാവുന്നത് അവരെ വളർത്തുന്നവരുടെ കഴിവാ. അതൊക്കെ ഓരോരോ കുടുംബത്തിന്റെ ജാത്ത. വീട്ടില് അച്ഛനും അമ്മയും ശരിയല്ലെങ്കിൽ കുട്ടികളുടെ കാര്യവും പോക്കാം. അതെ അതെ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഗുരുത്തമുള്ള കുട്ടികളിപ്പോ കുറവാ. ആ വക്കീല് അതുപോലെ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ഞെളിഞ്ഞിരിക്കുന്ന പണ്ടാരത്തിനെ കണ്ടില്ലേ? പക്ഷെ ചാണകെട്ട മാതിരി ഉണ്ട് അവളുടെ മുടികെട്ട്. മറ്റോള് കെട്ടുകാലും പൊട്ടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുവാ നാട് തണ്ടാൻ. എടി നീ ആ വെള്ളം എടുക്ക്, പണ്ടാരങ്ങൾ കുടിക്കട്ടെ. ഓ, ഹിന്ദി സൂപ്പ് എത്തിയല്ലോ. താങ്ക് യു ബേബി. വെൽക്കം ആന്റി. ഇനിയും വേണമെങ്കിൽ പറഞ്ഞോളൂ. വല്ലാത്ത ദാഹം കാണുമായിരിക്കും, ഒത്തിരി നടന്നതല്ലേ. ആന്റിമാര് കുറച്ചേരം ഇരുന്നേച്ച് പോയാ മതി, ക്ഷീണം മാറട്ടെ. മറ്റു കുട്ടികൾ ഇവരെ കണ്ടു പഠിക്കണം. എന്നാ മര്യാദ! ബോബാ, മോളി, ഞങ്ങൾ ഇറങ്ങുവാണേ. അമ്മച്ചി വരുമ്പം ഞങ്ങൾ വന്നേച്ചു പോയിന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇറങ്ങുവാണോ? ഞങ്ങള് തന്ന വെള്ളം കുടിച്ചേച്ച് എന്തു തോന്നി? ഒന്നും തോന്നിയില്ല. ഇന്ത്യൻ സൂപ്പ് ആദ്യമായിട്ടാ കുടിക്കുന്നേ. ഒരു പുളിപ്പുണ്ടായിരുന്നു, എന്നാലും സാധനം കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേടി കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ബോബാ ഒരു തർക്കം? അല്ല ആന്റി, ഇവള് പറയുക എലി ചത്തു വീണ കഞ്ഞിവെള്ളം കുടിച്ച കുഴപ്പമാണെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. ഇതേണ്ടേ, ഇപ്പൊ ആന്റിമാർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് വഴി നിർത്തി ഇത്തിരി വെള്ളം കുടിച്ചാലും. എപ്പോഴും വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. അവള് വെള്ളം കുടിപ്പിച്ചോളും. ആഹാ, വരണം വരണം, അകത്തോട്ടിരിക്കാം. എടാ, പെണ്ണു വന്ന് നിപ്പുണ്ട്, നീ ചെന്നങ്ങോട്ട് സംസാരിക്കേ. ചെല്ല്. ഞാൻ കിട്ടുന്ന പെണ്ണിന് ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്തൊക്കെയാ? ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അനുഭവങ്ങളിലൂടെ കരുത്താർജിച്ച് ദൃഢമായിരിക്കണം. എന്നാൽ ആന്തരികമായി മൃദുലതയും വേണം. എന്ന് വെച്ചാ അകം റബ്ബർ പോലെ മൃദുലമായിരിക്കണം. വലിയവരെ കണ്ട് അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുക. ജീവിതത്തിൽ എപ്പോഴും എളിമ വേണം. എളിമയുള്ളവരെ അല്ലെങ്കിൽ നമുക്ക് കീഴിലുള്ളവരെ കണ്ടു പഠിക്കുക. അതായത് കീഴ്പോട്ട് നോക്കി ജീവിക്കുന്നവളായിരിക്കണമെന്നർത്ഥം. ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഞാൻ പറയുന്ന പലതും കേട്ടില്ലെന്ന് വെക്കുന്നവളായിരിക്കണം. ഞാൻ കാണിക്കുന്ന പലതും കണ്ടില്ലെന്ന് വെക്കുന്നവളും ആയിരിക്കണം. ചുരുക്കത്തിൽ ഒന്നും കാണാനും പാടില്ല, കേൾക്കാനും പാടില്ല. കീഴോട്ട് നോക്കി നടക്കുകയും വേണം, അല്ലേ? ആ അതെ അതെ. ഈ ഗുണങ്ങളൊന്നും എനിക്കില്ല. എന്നാൽ ഈ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരുത്തിയെ തിരക്കി നിങ്ങൾ മറ്റെങ്ങും പോവേം വേണ്ട, ഇവിടെ തന്നെയുണ്ട്. അതല്ലേ വേണ്ടത്. വേഗം വിളിക്കേ. ഇതാ നിങ്ങൾ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ള പെണ്ണ്. ഇവിടെ പണ്ട് വേലയ്ക്ക് നിന്നിരുന്നതാ. കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല, കീഴ്പോട്ട് നോക്കിയേ നടക്കത്തുള്ളൂ. നിങ്ങള് പേടിക്കാതെ നിൽക്ക്. അറസ്റ്റ് ചെയ്താലും ആ നിമിഷം നമുക്ക് ജാമ്യത്തിലിറക്കാം. പിന്നെ ജാമ്യത്തുകയായി ഒരു 5000 രൂപ കൂടുതൽ തരേണ്ടി വരും. വക്കീലെ, കാശ് തന്നാ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പാണോ? അതെന്ത് ചോദ്യവാ? ഞാനല്ലേ പറയുന്നത് ജാമ്യം കിട്ടും. എടി, ഇന്ന് ആവശ്യമുള്ള കാശ് ആദ്യം വാടക കൊടുക്ക്. പിന്നെ പീടിക, പാൽക്കാരൻ, മീൻകാരി, ബാർബർ എല്ലാവരുടെയും കണക്ക് തീർത്തേക്ക്. ഞങ്ങളുടെ കമ്മീഷനും കൂടെ തന്നേര്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേട്ടാ, ജാമ്യം കിട്ടാനേ ഒരു 5000 രൂപ കൂടി അധികമാവുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. അവക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വകുപ്പ് വല്ലതും ഉണ്ടോ? കാശിന്റെ കാര്യം പ്രശ്നമല്ല. വേണ്ടേ, അവര് വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയുടെ കാര്യത്തിന് വന്നതാ. നേരത്തെ ഒരു കത്ത് അയച്ചിരുന്നു. മനസ്സിലായി. ഞാൻ കാത്തിരിക്കായിരുന്നു. വരൂ, അകത്തോട്ടിരിക്കാം. ഈ കെട്ട് വേണ്ട, ചേച്ചിക്ക് ചേരില്ല. മറ്റേ കെട്ട് മതി. മറ്റേ കെട്ടൊക്കെ മനസ്സ് ചോദ്യം കഴിഞ്ഞേച്ച്. ചെറുക്കൻ നല്ല വിനയമുള്ളവനാ. ഗൾഫുകാരന്റെ ഒരു ഭാവവും ഇല്ല. എന്നാ പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം. സംസാരമൊക്കെ നമുക്ക് ഊണ് കഴിച്ചിട്ടാകാം. എണീറ്റാട്ടെ. അയ്യോ, ഊണൊന്നും വേണ്ട. മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറിഞ്ഞിരുന്നെങ്കിൽ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്റെ മകളെ നിങ്ങളുടെ കൂടെ അയക്കണമെങ്കിൽ ഉണ്ണണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമാവും. ചേട്ടൻ ഇത്ര നിർബന്ധിക്കുമ്പോ പിന്നെ എന്തു പറയാനാ, ഊണ് കഴിച്ചു കളയാം.
ഊണ് കെങ്കേമം. ഇനി എന്റെ മകളെ ഒന്ന് കാണണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്തായാലും കണ്ടു കളയാം. സാറാമേ, മോളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. വലിയ നാണക്കാരിയാ. അങ്ങനെ ഇങ്ങനെയൊന്നും ആരുടെയും മുന്നിലും പോവില്ല. എന്താ കുട്ടിയുടെ പേര്? ലീലാമ്മ. എത്ര ശതമാനം മാർക്കുണ്ടായിരുന്നു? തോറ്റുപോയതുകൊണ്ടായിരിക്കും ഇത്ര വലിയ നാണം. സാരമില്ല, ഇത്തവണ ജയിപ്പിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. 100% ഇപ്പോഴത്തെ ഞങ്ങളുടെ വിജയം. വളരെ മോശമെന്ന് കരുതിയ കുട്ടികളെ പോലും ജയിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങളുടെ വിജയ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തുന്നു. പരിചയസമ്പന്നരും വിദഗ്ധരുമായ ഒരു കൂട്ടം അധ്യാപകരാൽ നടത്തപ്പെടുന്നു. എടി, അവര് ട്യൂട്ടോറിയൽ നടത്തുന്നവരായിരുന്നു. നായിന്റെ മക്കള് മുടിഞ്ഞു പോത്തേയുള്ളൂ. എടാ, നിങ്ങളുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. എന്തോ കരിഞ്ഞു മണക്കുന്നു. ചട്ടി അല്ലാതെ എന്നാ ഉണ്ടടാ അവിടെ കരിയാൻ? പപ്പ വിഷമിക്കണ്ട. ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെ അതെ, വളിച്ചുപോയ കറി ശരിയാക്കാൻ 10 വഴികൾ, മോര് കനച്ചു പോയാൽ ചെയ്യേണ്ട വിധികൾ. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ആ എന്താന്ന് വെച്ചാ ചെയ്യേ. ഹായ്, നല്ല സുന്ദരം ബിരിയാണി. നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തടി? നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. പപ്പ, എന്താ പാടിയത്? ഹോട്ടലിലെ ബില്ല് ബിരിയാണി വാങ്ങിയേണ്ടിയാ. അപ്പം കരിഞ്ഞുപോയ ബിരിയാണിക്ക് പ്രതിവിധി പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടോ? പാചകവസ്തു കരിഞ്ഞു പോയാ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കണമെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദേ നോക്ക്. ഇത് നീ എഴുതി വെച്ചതാണല്ലോടി. അതാണല്ലോ ഞാൻ പറഞ്ഞത്, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്. ഈ യുദ്ധം ഉണ്ടാവുന്നത് എങ്ങനെ ചേട്ടാ? യുദ്ധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഇറാഖ് യുദ്ധം. ഇറാഖ് അമേരിക്കയിൽ നിന്ന് കുറെ കാശ് കടം മേടിച്ചു. അത് തിരിച്ചു ചോദിച്ചപ്പം ഇറാഖ് പറഞ്ഞു തരാൻ പറ്റുകയില്ല. അങ്ങനെ തരികയില്ലെന്ന് പറഞ്ഞ യുദ്ധം ഉണ്ടാവോ ചേട്ടാ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ലളിതവാക്കി ഞാൻ പറയാം. എൻ്റെ കെട്ടിയോടപ്പൻ എന്നോടൊരു 1000 രൂപ കടം വാങ്ങിച്ചിട്ട് തിരികെ ചോദിച്ചപ്പം തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആര് കടം വാങ്ങിച്ചെന്നാ? എന്റെ അപ്പനോ? എന്റെ അപ്പൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചെന്നോ? അതിനപ്പം വേറെ ജനിക്കണം. ജമ്മത്തിതേ വരെ എന്റെ അപ്പൻ ആരോട് കടം വാങ്ങിച്ചിട്ടില്ല. പിന്നെ നിങ്ങളോട് വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അപ്പനെ കുറിച്ചൊന്നും പറയണ്ട. അങ്ങേരെ പണ്ടെടുത്ത ലോൺ തിരിച്ചടയ്ക്കാതെ ബാങ്കുകാർ വീട് ജപ്തി ചെയ്ത കഥയൊക്കെ എല്ലാവർക്കും അറിയാടി. അങ്ങേരുടെ മാന്യതയെ കുറിച്ചൊന്നും പറയണ്ട. തന്റെ അപ്പനാണോ കള്ളന്? അങ്ങനെ ഇന്നാള് പോലീസുകാർ പിടിച്ചോണ്ട് പോയില്ലയോ? ചെറ്റത്തരം പറയരുത്. നിന്റെ അപ്പൂപ്പനെ ആയിരിക്കും പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. എന്റെ അപ്പനെ ഒന്നും പോലീസുകാർ തൊടുകയില്ല. ഞങ്ങളുടെ കുടുംബക്കാർക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഗതികേട് ഇതുവരെ ഉണ്ടായിട്ടില്ലടി. എന്റെ അപ്പൂപ്പനെ പറഞ്ഞാലുണ്ടല്ലോ തന്നെ ഞാൻ. പറഞ്ഞാ നീ എന്നാ ചെയ്യൂടി? എന്നെ അങ്ങ് തിന്നുവോ? ഒരു തൊഴി വെച്ച് തന്നാലുണ്ടല്ലോ. എന്നാ താനൊന്ന് തൊഴിയടോ. തൊഴിച്ചാ നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യോന്ന് അപ്പം കാണാം. എന്റെ കുടുംബത്തെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ നിങ്ങളുടെ യുദ്ധമൊന്നും മതിയാക്ക്. ഒരു യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് ഇപ്പം മനസ്സിലായി. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കാണുന്നത്? ദേണ്ടേ, ഈ പിള്ളാരെ അങ്ങോട്ടൊന്ന് വിളിക്കണുണ്ടോ? ഓ, ഇതിനെ കൊണ്ട് ഞാൻ മടുത്തു. എന്താ ഇവിടെ? എന്താ രണ്ടു കൂടി എന്താ പരിപാടി?
പഠിക്കാതെ കുരുത്തക്കേട് കാട്ടി നടക്കുവല്ലേ? എന്റെ നീയൊക്കെ നല്ല തല്ലു കൊണ്ടിട്ടില്ല, അതാ. അയ്യോ അമ്മേ. നിനക്കത് തന്നെ വേണോടി മരം ചാടി. അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കാതെ ചാടി നടന്നോ. നിന്റെ വർഷാവസാന പരീക്ഷ എന്നാടാ? നാളെ. നാളെയാണോ ഫൈനൽ പരീക്ഷ? എന്നിട്ടാണോടാ ഒരക്ഷരം വായിക്കാതെ നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? നിന്റെ പഠിക്കുന്ന ബുക്കൊക്കെ ഇങ്ങോട്ട് എടുത്തടാ, നോക്കട്ടെ നിനക്ക് എന്തൊക്കെ അറിയാവുന്നു. ഇത്തവണ പരീക്ഷയ്ക്ക് ജയിക്കുവോടാ? ജയിക്കും പപ്പ. അതിന് നീ എന്നാ പഠിച്ചു? പഠിച്ചിട്ടൊന്നുമില്ല. പഠിക്കാതെ പിന്നെ എങ്ങനാടാ ജയിക്കുന്നേ? താൻ പാതി ദൈവം പാതി എന്നല്ലേ പപ്പ പറഞ്ഞിട്ടുള്ളത്. അതിന് നിന്റെ പാതി നീ പഠിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ പാതി ഉണ്ടെങ്കിൽ തന്നെ 50% മാർക്കായില്ലേ? ജയിക്കാൻ അത് മതി പപ്പ.